ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ 079/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ജൂലൈയിൽ നടന്ന എക്സാം ആണ്. അപ്പം ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതെന്നാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? ഓപ്ഷൻ ബി സവർണ ജാഥ ആണ്. എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹം? നമുക്കറിയാം, തിരുവിതാംകൂറിലെ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നൊരു സമരമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വർഷം നമുക്കറിയാം 1924-25 നടന്നത്. അപ്പൊ ഈ ഒരു സവർണ ജാഥയ്ക്ക്, അതായത് സവർണ ജാഥ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സവർണ വിഭാഗത്തിൽപ്പെട്ടവര് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ ഒരു കാൽനട യാത്രയാണ് സവർണ ജാഥ കേട്ടോ. എവിടെ വരെയാണ്? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയിട്ടുള്ള ഒരു കാൽനട യാത്രയാണ് സവർണ ജാഥ. ഓക്കെ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരെന്നാണ് കേട്ടോ. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരെന്നാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ ആണ്. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതെന്നാണ് കേട്ടോ. ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ്? നമുക്കറിയാം, ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചത്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരെന്നാണ് കേട്ടോ. ആരാണ്? ഇതൊക്കെ SCRT ഫാക്ട് ആണ്. ഓപ്ഷൻ ഡി ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ. അടുത്തത്, കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം, ചൈനീസ് വിപ്ലവം. അതൊക്കെ SCRTയിലുള്ളതാണ്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരെന്നാണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ ബി അന്റോണിയോ ഗുട്ടറസ് ആണ് കേട്ടോ. ഇദ്ദേഹത്തെ പറ്റി ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം 2017 ജനുവരി 1 ഈ ഒരു സ്ഥാനത്തേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. പിന്നീട് 2022 ജനുവരി 1 മുതൽ 5 വർഷത്തേക്ക് കൂടി അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പൊ അതായത് അദ്ദേഹം ഈ ഒരു ഐക്യരാഷ്ട്രസഭയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം എന്താണ്? പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായിട്ടും അതുപോലെ UN ഹൈക്കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് ആയും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തെ പറ്റി ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം. തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതെന്നാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ഡി നാസ്ക് ആണ്. തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് നാസ്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം. മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം എന്താണ്? പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകമാണ് കേട്ടോ. ഓപ്ഷൻ എ ലോക്തക് തടാകം. ലോക്തക് തടാകമാണ് കേട്ടോ. ലോക്തക് തടാകം. ഇനി അടുത്തത് ഒൻപതാമത്തത്, ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ്. അതായത് ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതെന്നാണ്? ഏതാണ്? നമുക്കറിയാം, പശ്ചിമവാദങ്ങളാണ് കേട്ടോ. പശ്ചിമവാദങ്ങളാണ്. പശ്ചിമവാദങ്ങൾ. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആഗ്നേയ ശിലകളെയാണ് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ചീന കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏതെന്നാണ് കേട്ടോ. ചീന കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏതെന്നാണ്? ഏതാണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി കുണ്ടറയാണ് കേട്ടോ. ഓപ്ഷൻ ഡി കുണ്ടറ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോക്ഷ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം ഏതെന്നാണ്? എന്റെ ആൻസർ ആയിട്ട് യമൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മോക്ഷ എന്നുള്ളത് തെറ്റാണ് കേട്ടോ. മോക്ഷ അല്ല, മോഖ എന്നാണ് വേണ്ടത് കേട്ടോ. മോഖ.
മോഖ എന്നാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ശരിക്കുള്ളത് മോഖ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദിഷ്ട രാജ്യം എന്നാണെങ്കിൽ യമൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതെന്നാണ് കേട്ടോ. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതെന്നാണ്. ഏതാണ്? 1982. ഓപ്ഷൻ സി 1982. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം ഓപ്ഷൻ ബി ആണല്ലേ, അതായത് ക്ഷീരോത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഓപ്ഷൻ എ 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം ഇന്ത്യയിൽ നടന്നത്. അത് നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ് ഉണ്ടാവുക? നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? നമുക്കറിയാം പ്രധാനമന്ത്രിയാണല്ലേ, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് കേട്ടോ. ഉൾപ്പെടാത്ത ഏതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നുള്ളതാണ് ഉൾപ്പെടാത്തത്. ബാക്കി പ്രസ്താവനകളൊക്കെ ശരിയാണ്. അതായത് ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക, വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക, ഇതൊക്കെ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉൾപ്പെടാത്തത്. അടുത്തത് 18-ാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26-ാമത് ഗവർണറായി നിയമിതനായത് ആരെന്നാണ് കേട്ടോ. 26-ാമത് ഗവർണറായി നിയമിതനായത് ആരെന്നാണ്? ആരാണ്? നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് അല്ലെ, സഞ്ജയ് മൽഹോത്രയാണ് അല്ലെ, സഞ്ജയ് മൽഹോത്ര. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26-ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 19-ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69-ാമത് അംഗമായ രാജ്യം ഏതെന്നാണ് കേട്ടോ. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69-ാമത് അംഗമായ രാജ്യം ഏതെന്നാണ്? ഓക്കെ, ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഇസ്രായേൽ ആണ്. ഇസ്രായേൽ ആണ് ഇതിന്റെ ആൻസർ. 2024 ഇസ്രായേലാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ നിലവിൽ 69 അംഗരാജ്യങ്ങളാണ് ഈ ഒരു ബാങ്കിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഇതിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ്. 1966 ഈ ഒരു ബാങ്ക് സ്ഥാപിതമായിട്ടുള്ളത്. അന്ന് മുതൽക്ക് ഇന്ത്യ ഇതിലെ അംഗമാണ്. 20-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് കേട്ടോ. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ്? ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2, 4 എന്നാണ് കേട്ടോ. 1, 2, 4 എന്നാണ് ആൻസർ. അതായത് പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. പിന്നെ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 40 ആണ്. പാർട്ട് 4-ലുമാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപോലെ പിന്നെന്താണ്, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണെന്നുള്ളത് കേട്ടോ. ബൽവന്ത് റായ് മേത്തയാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. അപ്പൊ ഈ 3 പ്രസ്താവനകളും നമുക്ക് പഠിക്കാനുള്ളതാണ്. എന്താ അതിൽ മിസ്റ്റേക്ക് ഉള്ളത്? പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 24 ആണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഓഗസ്റ്റ് 24-നല്ല, ഏപ്രിൽ 24-നാണ്. ഏപ്രിൽ 24-ആണ് പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് തെറ്റുള്ളത്. ബാക്കിയൊക്കെ പഠിക്കാനുള്ളതാണ്. 73-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് നിലവിൽ വന്നത്. എവിടെ? ആർട്ടിക്കിൾ 40, അതുപോലെ പാർട്ട് 4-ലാണ് പ്രതിപാദിക്കുന്നത് കേട്ടോ. പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ഏപ്രിൽ 24-ലാണ് പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതെല്ലാം ആണ് കേട്ടോ. സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആർട്ടിക്കിൾ 14, 19, 21 ആണ്. 14, 19, 21. ഓക്കെ, ആർട്ടിക്കിൾ 14, 19, 21 ആണ് സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ. ഓക്കെ,
അപ്പൊ ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 14, 19, 21. ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? നിയമത്തിന് മുന്നിൽ തുല്യതാണ്. 19 മൗലികമായ 6 സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 പറയുന്നത് കേട്ടോ. പിന്നെന്താണ് ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും. ഈ 3 ആർട്ടിക്കിളിനെയാണ് സുവർണ ത്രികോണം എന്ന് അറിയപ്പെടുന്ന 3 ആർട്ടിക്കിൾ. 22ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെന്റിന്റെ ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത് ഏതെന്നാണ് കേട്ടോ. ഗവൺമെന്റിന്റെ ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ്, സൈബർ നിയമങ്ങളെയാണ് ഗവൺമെന്റിന്റെ ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത്. അടുത്തത്, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആരെന്നാണ് കേട്ടോ. ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ദാക്ഷായണി വേലായുധൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതെല്ലാമാണെന്നാണ്. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതെല്ലാമാണെന്നാണ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ സി 1, 2, 4 എന്നാണ് ആൻസർ. അതായത് പരിത്യാഗം, അതുപോലെ പൗരത്വ അപഹരണം, നിർത്തലാക്കൽ. പരിത്യാഗം, പൗരത്വ അപഹാരം, അതുപോലെ എന്താണ് നിർത്തലാക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, 25ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആരെന്നാണ്? ഓപ്ഷൻ സി ഡി ഗുഗേഷ് ആണ്. അടുത്തത്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? നമുക്കറിയാം, ഓപ്ഷൻ ഡി ജ്ഞാനേഷ് കുമാർ ആണ് അല്ലെ. 2025 ഫെബ്രുവരി 19 ഇദ്ദേഹം 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് കേട്ടോ. 27ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണെന്നാണ് കേട്ടോ. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്രയാണെന്നാണ്. എന്താണ് ആൻസർ? ഓപ്ഷൻ സി 1600 രൂപയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏതെന്നാണ് കേട്ടോ. കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. 1 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, ഏതാണ്? അതായത് കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി എന്നുള്ളതാണ് ആൻസർ കേട്ടോ. കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി എന്നുള്ളതാണ് ആൻസർ. ബാക്കിയുള്ള 2ഉം 3ഉം ഒക്കെ തെറ്റാണ് കേട്ടോ. അതായത് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കിഫ്ബി ചെയർമാൻ എന്നുള്ളതും, അതുപോലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആയ ശ്രീമതി ശാരദ മുരളീധരനാണ് കിഫ്ബിയുടെ സിഇഒ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർമാൻ എന്നുള്ളതാണ് അല്ലെ. എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? കേരള മുഖ്യമന്ത്രിയാണ് കേട്ടോ കിഫ്ബിയുടെ ചെയർമാൻ ആയിട്ടുള്ളത്. അതുപോലെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നിലവിൽ ചീഫ് സെക്രട്ടറി ആയ ശ്രീമതി ശാരദ മുരളീധരനാണ് കിഫ്ബിയുടെ സിഇഒ എന്നുള്ളതാണ് കേട്ടോ. അതിലെന്താണ് തെറ്റ്? കാരണം എന്താണ്? അതായത് സാധാരണയായിട്ട് കിഫ്ബിയുടെ സിഇഒ സ്ഥാനത്തേക്ക് മുതിർന്ന IAS ഉദ്യോഗസ്ഥരെയാണ് കേട്ടോ നിയമിക്കാറുള്ളത്. ഇപ്പൊ ആരാണ്? ഡോക്ടർ KM എബ്രഹാം ആണ് കേട്ടോ. ശാരദാ മുരളീധരന് നിലവിൽ കേരള ചീഫ് സെക്രട്ടറിയാണ്. ഓക്കെ, ഇനി അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ, 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾക്ക് എത്ര രൂപ ഫീസായിട്ട് നൽകണം എന്നാണ് കേട്ടോ. എത്ര രൂപയാണ് ഫീസായിട്ട് നൽകേണ്ടത്? ഓപ്ഷൻ ഡി ഫീസ് ഇല്ല, അവർക്ക് ഫീസ് ഇല്ല കേട്ടോ. അടുത്തത്, സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, മുഖ്യമന്ത്രിയാണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് കേട്ടോ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 മാത്രം എന്നുള്ള കേട്ടോ. 1, 3 ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏതാണ്? സംസ്ഥാനത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പി വരുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ 1967 രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് എന്നുള്ളത് ശരിയാണ്.
അതുപോലെ പിന്നെന്താണ്, ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുമ്പ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള എക്കണോമിക് റിവ്യൂ. ഇത് പഠിക്കാനുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, തെറ്റാണ്. അതായത് സാമ്പത്തിക ആസൂത്രണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനായി നിയമിക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അതായത് ഇപ്പൊ ഈ ഒരു പ്രസ്താവന തെറ്റാ. കാരണം എന്താണ്, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. സാമ്പത്തിക വിദഗ്ധന്റെ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആയാണ് സാധാരണയായിട്ട് നിയമിക്കാറുള്ളത് കേട്ടോ. അതായത് അധ്യക്ഷൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. സാമ്പത്തിക വിദഗ്ധനെ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആയിട്ടാണ് നിയമിക്കുന്നത്. ഇനി അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ. 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ് കേട്ടോ. 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി, അതായത് 15ാമത്തേതാണ് കേട്ടോ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതെന്നാണ്. ഓപ്ഷൻ ബി, കെ സ്മാർട്ട് ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഒരു പാരിസ്ഥിതിക സമൂഹത്തിന്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ സ്പീഷീസ് നഷ്ടം ഒരു ആവാസ വ്യവസ്ഥയിൽ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതെന്നാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, റിവറ്റ് പോപ്പർ സിദ്ധാന്താണ്. അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ. HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി താഴെ പറയുന്നവയിൽ ഏതാണ്? HIV അണുബാധ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായിട്ട് വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി താഴെ പറയുന്നവയിൽ ഏതെന്നാണ്. ഓപ്ഷൻ ബി ആണ്, ആന്റി റിട്രോവൈറൽ തെറാപ്പിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 36ാമത്തെ ക്വസ്റ്റ്യൻ. സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? പദ്ധതിയാണ് ചോദിച്ചത് കേട്ടോ. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതെന്നാണ്. ഓപ്ഷൻ ബി ആണ്, ഉണർവാണ്. ഇനി ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന്, അതായത് ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് താഴെ പറയുന്നവയിൽ ഏതാണെന്നുണ്ട്. ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് ഇതിലേതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഏതാണ്? സൈക്ലോസ്പോറിൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, സൈക്ലോസ്പോറിൻ എ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 38ാമത്തെ ക്വസ്റ്റ്യൻ. ബാക്ടീരിയകളെ വീങ്ങി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റോസിസ് ശ്വേതരക്താണുക്കൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്ന് കേട്ടോ. ബാക്ടീരിയകളെ വീങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ താഴെ പറയുന്നവയിൽ ഏതെന്നാണ്. ഓപ്ഷൻ ഡി ആണ്, അതായത് 1, 2, 4 ആണ് ആൻസർ കേട്ടോ. അതായത് ന്യൂട്രോഫില്, പിന്നെ ഏതാണ്, ബേസോഫില്, മാക്രോഫാജസ്. ന്യൂട്രോഫില്, ബേസോഫില്, മാക്രോഫാജസ്. ഇതാണ് എന്ത്, ബാക്ടീരിയകളെ വീങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതെന്നാണ്. ഓപ്ഷൻ ബി ഏതാണ്, കരിമ്പുയാണ്. മലപ്പുറത്താണ് കേട്ടോ കരിമ്പുഴ. അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കും? 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, 1, 2 ആണ്. അതായത് മൈക്രോ RNA കണ്ടുപിടുത്തത്തിനാണ്. അതുപോലെ ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 41ാമത്തെ ക്വസ്റ്റ്യൻ. ആട്ടിടയന്മാരുടെ തായ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കേട്ടോ. ആട്ടിടയന്മാരുടെ തായ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പഹൽഗാം ആണ് അല്ലെ, പഹൽഗാം. അടുത്തത്, സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണം ഏതെന്നാണ് കേട്ടോ. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണം ഏതെന്നാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വയലറ്റിനാണ്. ഇനി ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിന് എതിരെയാണെന്നാണ്. ഓപ്ഷൻ സി ആണ്, ഘർഷണ ബലത്തിനെതിരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതെന്നാണ്. ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതെന്നാണ്. ഓപ്ഷൻ ബി, ഖരത്തിലാണ് പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്നത്.
2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതെന്നാണ് കേട്ടോ. ഏത് രാജ്യമായിരുന്നു ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത്? സൗത്ത് ആഫ്രിക്കയാണ്. അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്പറേഷൻ സിന്ദൂറിന് പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്തെന്നാണ് കേട്ടോ. അതായത് സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്തെന്നാണ്. ഓക്കെ, ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. S-400 ട്രയംഫ് ആണ്. അടുത്തത് 47ാമത്തെ ക്വസ്റ്റ്യൻ. ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം കൂടാണോ കുറയാണോ? എന്താണ് മാറ്റം എന്നാണ് കേട്ടോ. ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം എന്താണെന്ന്? കുറയാ ചെയ്യുന്നത് അല്ലെ? കുറയാ ചെയ്യുന്നത്. അസിഡിറ്റി കൂടുമ്പോൾ എന്താണ്? pH കുറയൂല. അടുത്തത് അറ്റോമിക സംഖ്യ 20 ഉള്ള ഒരു മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? അറ്റോമിക സംഖ്യ 20 ഉള്ള ഒരു മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നതെന്നാണ് കേട്ടോ. എസ് ബ്ലോക്കിലാണ്. അടുത്തത് അമോണിയ അല്ലെങ്കിൽ NH3യുടെ തന്മാത്രാ ഭാരം 17 ആണെങ്കിൽ 34 ഗ്രാം അമോണിയ വാതകം STPയിൽ എത്ര വ്യാപ്തം എടുക്കുന്നതാണ് കേട്ടോ. എത്ര വ്യാപ്തം വേണം? ഓപ്ഷൻ ഡി 44.8 ലിറ്റർ എന്ന് വരും. 44.8 ലിറ്റർ. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? സാധാരണയായിട്ട് STPയിലെ വ്യാപ്തം കണ്ടെത്താനായിട്ടും, അതായത് ഇപ്പൊ അമോണിയയുടെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അമോണിയ NH3 ആണല്ലേ, അയാളുടെ തന്മാത്രാഭാരം 17 തന്നിട്ടുണ്ട്. 17 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ മോളുകളുടെ എണ്ണം കണ്ടെത്തണം അല്ലെ. അപ്പൊ 34 ഗ്രാം അമോണിയയില് എന്താണ് അതിന്റെ ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ടെത്തുമ്പോൾ മോളുകളുടെ എണ്ണം നമുക്ക് 2 എന്ന് കിട്ടും. പിന്നെ അപ്പൊ ഏതൊരു വാതകത്തിന്റെയും ഒരു മോൾ എടുക്കുന്ന വ്യാപ്തം 22.4 ലിറ്റർ എന്ന് വരും. 22.4 ലിറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യാപ്തം കണ്ടെത്താനായിട്ട് 2 × 22.4 എന്ന് വരും. അപ്പൊ എന്താണ് ആൻസർ കേട്ടോ? 44.8 എന്ന് വരും കേട്ടോ. അടുത്ത താഴെ പറയുന്നതിൽ ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്? ഇതിൽ ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓപ്ഷൻ സി നൈട്രിക് ആസിഡ് ആണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് 51ാമത്തെ ക്വസ്റ്റ്യൻ. 51ാമത്തെ ക്വസ്റ്റ്യൻ. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണെന്നാണ് കേട്ടോ. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ആർക്കാണ് 2024 ലഭിച്ചത്? ഡേവിഡ് ബേക്കറിനാണ്. എന്തിനാണ് ലഭിച്ചത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ്, കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ അനുഷ്ഠാന കല അല്ലാത്തതാണ്. ഇതിൽ അനുഷ്ഠാന കല അല്ലാത്തത് ഏതെന്നാണ്? കൂടിയാട്ടമാണ് കേട്ടോ. ബാക്കി തെയ്യം, മുടിയേറ്റ്, പടയണക്ക അനുഷ്ഠാന കലകളാണ്. അടുത്തത് കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ്. ഓപ്ഷൻ സി ആണ്, GV രാജ. അടുത്തത് തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? നമുക്കറിയാം അല്ലെ, കുഞ്ഞനന്ദൻ നായരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താരിതു മാമക ഹൃദയം വീണുത് ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ പാപശിലാകൂടത്തിനു മുയിരാം കാരുണ്യത്തിൻ തൃച്ചേവടിയിൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ സുഗതകുമാരിയുടെ വരികളാണ്. ഇരുൾ ചിറകുകളാണ് കൃതി. അടുത്തത് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്നാണ് കേട്ടോ. ഏതാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരാണ്. അടുത്തത് 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരെന്നാണ് കേട്ടോ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരെന്നാണ് കേട്ടോ. ഓപ്ഷൻ എ പായൽ കബാഡിയാണ്. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവ്. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവ് ആരെന്നാണ്. ഓപ്ഷൻ എ പ്രഭാവർമ്മയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. എന്തിനു ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അടുത്തത് 60ാമത്തെ ക്വസ്റ്റ്യൻ.
HDMI പൂർണ്ണ രൂപം ഫുൾ ഫോം ആണ്. HDMI ഫുൾ ഫോം എന്തെന്നാണ്? പൂർണ്ണ രൂപം എന്താണ്? ഹൈ ഡെഫിനേഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജിംബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം. ജിംബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ എന്ത് ഫോർമാറ്റിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്? ജിഫ് ആണ് കേട്ടോ. അത് താഴെ പറയുന്ന ഗിഫ് ആണ്. താഴെ പറയുന്ന വെബ് ബ്രൗസർ അല്ലാത്തത് എന്നാണ്. താഴെ പറയുന്നതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതെന്നാണ്? ഗൂഗിൾ ആണ് കേട്ടോ, സെർച്ച് എഞ്ചിൻ ആണ്. അടുത്തത്, സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഇത്. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഏതെന്നാണ്? ഓപ്ഷൻ ഡി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. 64, വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി 2 ആണ്. 2 ഷെഡ്യൂൾ ആണുള്ളത്. അടുത്തത് 65-ാമത്തെ ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകളുണ്ട്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകൾ ഉണ്ടെന്നാണ്? ഓപ്ഷൻ ഡി ആണ്. അതാ 107 വകുപ്പുകളാണുള്ളത്. അടുത്തത്, ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയതെന്ന്. ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയതെന്നാണ്? ഓപ്ഷൻ ബി, സെപ്റ്റംബർ 2005 സെപ്റ്റംബർ 13-നാണ്. അടുത്തത്, പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി എത്രയാണെന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, സമയപരിധി ഇല്ല. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? എവിടെയാണ്? തലശ്ശേരിയിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ്? ഓപ്ഷൻ ബി ആണ്, മിഥുൻ ചക്രവർത്തിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1993 ഒക്ടോബർ 12-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി 10 ക്വസ്റ്റ്യൻസ് നമ്മുടെ എന്താണ് മാത്സിൽ നിന്ന് വരുന്നതാണ്. അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി 81 മുതൽ 90 വരെ എന്താണ് ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ദ കോബ്ര writhed and lashed about a dash frightening manner. ഇവിടെ ഏതാണ് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കേട്ടോ, ഇന്നാണ് വരിക. അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ഷീ ഡാഷ് ലോങ്ങർ ഇഫ് ഷീ ഹാഡിൻ ഫാളൻ. ഷീ ഡാഷ് ലോങ്ങർ ഇഫ് ഷീ ഹാഡിൻ ഫാളൻ. ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വുഡ് ഹാവ് ലിവ്ഡ് എന്നാണ്. സംതിങ് ബെറ്റർ ആൻഡ് ഡാഷ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ ഹിസ് മൗത്ത്. സംതിങ് ബിറ്റർ ആൻഡ് ഡാഷ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ ഹിസ് മൗത്ത്. ഏതാണ് ആൻസർ? ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, വയൽ. അടുത്തത് 84-ാമത്, ഐഡന്റിഫൈ ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഐ തിങ്ക് ഹീസ് ഫ്രം ലണ്ടൻ. ഇവിടെ ഏതാ ക്വസ്റ്റ്യൻ ടാഗ് വേണ്ടത്? ഓപ്ഷൻ ബി, ഈസ് ഇൻ ഹി എന്നാണ് കേട്ടോ. അടുത്ത, സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. ഡോണ്ട് പുഷ് മീ എന്നുള്ള ദ ബഗ്ഗർ, ഇതിന്റെ ഇൻഡയറക്റ്റ് ഫോം ആണ് കേട്ടോ. ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, ദ ബെഗർ റിക്വസ്റ്റഡ് ദം നോട്ട് ടു പുഷ് ഹിം. അടുത്ത ക്വസ്റ്റ്യൻ, 86-ാമത്തെ ക്വസ്റ്റ്യൻ, അനാറ്റോളിയൻ മീൻസ് പീപ്പിൾ ഓഫ്. അനാറ്റോളിയൻ മീൻസ് പീപ്പിൾ ഓഫ് എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, ഏഷ്യ മൈനർ ആണ്. അടുത്തത്, സിനോണിം ഓഫ് അലൈനബിൾ. ഇതിന്റെ സിനോണിം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, അതായത് ഓൾ ഓഫ് ദിസ് ആണ് കേട്ടോ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് ഇഡിയത്തിന്റെ അപ്രോപ്രിയേറ്റ് മീനിങ്. ഇതിൽ ഏതെന്നാണ് കേട്ടോ. ഏതാണ്? ഇൻ റിട്ടേൺ ഫോം ആണ്. The quality of being clever, original and inventive is. The quality of being clever, original and inventive is എന്നാണ്. ഇവിടെ ആൻസർ ആയിട്ട് ഈസ് ഡാഷ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കേട്ടോ, ഇൻജെന്യൂനിറ്റി. അടുത്തത്, റീഅറേഞ്ച് ദ പാർട്സ് ഓഫ് ദ സെന്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ. റീഅറേഞ്ച് ദ പാർട്സ് ഓഫ് ദ സെന്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡറിൽ അറേഞ്ച്. ഏതാണ് ഇതിൽ കറക്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത്?
ഓപ്ഷൻ സി ആണ് SPQR എന്നാണ് വരുന്നത് കേട്ടോ. ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ 91-ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 10 ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ നിന്നുള്ളതാണ്. നോക്കാം. അജഗരൻ ന്യായം എന്ന ശൈലിയുടെ പൊരുളെന്ത്? അജഗരൻ ന്യായം എന്ന ശൈലിയുടെ പൊരുൾ എന്തെന്നാണ് കേട്ടോ. എന്താണ് ആൻസർ? ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തുക. വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം ഇതിൽ നിന്ന് എടുത്തെഴുതാനാണ് കേട്ടോ. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല എന്നാണ്. അടുത്തത് ശരിയായ പദം എടുത്തെഴുതുക. ഇതിൽ ശരിയായ പദം ഏതാണ്? സ്വൈര്യം എന്നുള്ളതാണ് കേട്ടോ. സ്വൈര്യം. അടുത്തത് താഴെ കൊടുത്തവയിൽ പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക കേട്ടോ. പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക. ആ പ്ലസ് ഇടം എന്നുള്ളത് എങ്ങനെയാണ്? ആ അധികം ഇടം എന്നുള്ളത് എങ്ങനെയാണ് വരിക? അവിടം എന്നാണ് കേട്ടോ. അടുത്തത് കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം എന്ത്? കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാളം അർത്ഥം എന്തെന്നാണ് കേട്ടോ. ഓപ്ഷൻ സി തക്ക സമയത്ത് പ്രയോജനപ്പെടുക എന്നാണ്. അടുത്ത 96-ാമത്തെ ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക എന്നുള്ളതാണ്. വിണ്ടലം എന്നുള്ളത് പിരിച്ചെഴുതിയാൽ എന്താണ് വരിക? വിൻ പ്ലസ് തലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 97-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക എന്നാണ് കേട്ടോ. കന്ദരവും ഖന്താരവും ആണ്. ഓക്കെ, ഇതില് ശരിയായിട്ടുള്ളത് ഏതാണ്? കന്ദരം ഗുഹ ആണ്. കന്താരം എന്താണ്? പേരാലാണ് കേട്ടോ. അടുത്തത് വിപരീത പദം എടുത്തെഴുതുകയാണ് കേട്ടോ. ഉത്കർഷം എന്നതിന്റെ വിപരീത പദം ഇതിൽ ഏതാണ്? ഉത്കർഷം അപകർഷാണ് കേട്ടോ. അപകർഷം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ പര്യായ പദം എഴുതുക. ആരാമം എന്ന് പറഞ്ഞ വാക്കിന്റെ പര്യായ പദം ഇതിലേതാണ്? പൂന്തോട്ടം അല്ലെങ്കിൽ ഉദ്യാനാണ് കേട്ടോ. അടുത്തത് അയേണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം എടുത്തെഴുതുക. അയേണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം എടുത്തെഴുതാനാണ് കേട്ടോ. അപ്പൊ വിപരീതാർത്ഥ പ്രയോഗമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസും ഉണ്ട്. അല്ലാത്തതും സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളതൊക്കെ നന്നായിട്ട് പഠിക്കട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.